വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ ഞാൻ നിനക്ക് എന്ത് ഗിഫ്റ്റ് ആയിരിക്കും തരാൻ പോണേ? വല്ല ഗസ് ചെയ്യാൻ പറ്റും? നമ്മള് മൂക്കുത്തി അടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇവളുടെ ഫേസിൽ കണ്ട നല്ല പേടി. നിനക്ക് എന്താണ് പേടി? എന്താണ് ഗൈസ്? എനിക്ക് 2 ലവേഴ്സ് ഉണ്ട്. ഒന്ന് ഇവളും ഒന്ന് എന്റെ അമ്മയും. എന്റെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയും അച്ഛനൊക്കെ എപ്പോഴായിരിക്കും ലാസ്റ്റ് ആയിട്ട് ഒരു ഉമ്മ തന്നത്? എനിക്ക് ഓർമ്മയില്ല എന്നാണ് തന്നെന്നുള്ളത്. ബട്ട് ഇന്ന് എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉമ്മ മേടിക്കും. ലൈഫിൽ എന്റെ ഇത്ര വർഷം ശേഷം എനിക്ക് എന്താണ് അമ്മ എന്നൊരു ഉമ്മ കിട്ട ഹാപ്പി. എന്റെ വാലന്റൈൻസ് ഡേ കണ്ണുനീരായത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐ ആം സൂപ്പർ ഹീറോ. വാലന്റൈൻസ് ഡേ ആണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ മൈ ഡിയർ. താങ്ക് യു. ഗിഫ്റ്റ് ഇല്ലേ? ഗിഫ്റ്റ് കോസ്റ്റ്ലി അല്ലാത്തൊരു ഗിഫ്റ്റ് ആണ്. വെരി സ്വീറ്റ് ആൻഡ് കോസ്റ്റ്ലി. അപ്പൊ ഞാൻ നിനക്ക് എന്ത് ഗിഫ്റ്റ് ആയിരിക്കും തരാൻ പോണേ? വല്ല ഗസ് ചെയ്യാൻ പറ്റും? ടെഡി ബെയർ. അയ്യോ. നെക്സ്റ്റ് മിഠായി ആയിരിക്കൂല, മിഠായി അല്ലാതെ വാങ്ങിച്ചു തരുമല്ലോ. നമുക്ക് അറിയാം കേട്ടാ, ചുമ്മാ അഭിനയിക്കാനാണ്. എനിക്ക് പെൺകുട്ടികൾ മൂക്കുത്തി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മൂക്കുത്തി എന്ന് ഉദ്ദേശിച്ച സാധാരണ പൃഥ്വിരാജ് ഇട്ടേക്കുന്ന സാധനമല്ല, അല്ലാത്ത നൈസ് സാധനം. കണ്ടാ ഇവക്ക് കുത്തണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, പേടിയാണോ? എനിക്ക് നല്ല പേടിയാണ് മൂക്കുത്തി കുത്താൻ. എളുപ്പമാണ്. ഞാൻ സ്ക്രൂ ഡ്രൈവർ അടിച്ചാണ് ഇവിടെ ഇത് കുത്തിയത്. സ്ക്രൂ ഡ്രൈവർ? ആ, അത് വേണം. പക്ഷെ നിനക്ക് നല്ല രസമായിരിക്കും. ഞാൻ നിനക്കൊരു ഡയമണ്ട് ഇഷ്ടമുണ്ടോ? ഓക്കെ, അപ്പൊ അത് നെക്ലസ് വേണ്ടേ? അതിപ്പോ അത് വേണ്ട, മൂക്കുത്തി മതി നിനക്കിപ്പോ. അതിന് ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ടല്ലോ കഴുത്തിലൊക്കെ. ഗൈസ്, എനിക്ക് 2 ലവേഴ്സ് ഉണ്ട്. ഒന്ന് ഇവളും ഒന്ന് എന്റെ അമ്മയും. അമ്മ കുറെ നാളുകൊണ്ട് എന്റെ ഈ കാതി കിടക്കുന്ന ഈ ഡയമണ്ട് ഇതിന് വേണ്ടിയിട്ട് കിടന്ന് കുറുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് മേടിച്ചു. അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കുകയാണ്. അമ്മ വലിയമര വീട്ടിലുണ്ട്. ഞാൻ ഇന്ന് പറഞ്ഞു 10 മണിയൊക്കെ ആകുമ്പോൾ, 10 ഇപ്പൊ മണി 12 മണിയായി. ഇന്ന സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി പയ്യ കാറി കയറിട്ട് അമ്മയെ വിളിച്ച് അവിടെ നിന്ന് പിക്ക് ചെയ്ത് നമുക്ക് പോവാം. അപ്പൊ ഗൈസ്, അമ്മയെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറയാം. ഹലോ, അപ്പൊ ഇറങ്ങി വാങ്ങാമോ ഇങ്ങോട്ട്? ഞാൻ മേഘര വീട്ടിന്റെ ഫ്രണ്ടില്. ഓ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നിൽക്കുന്നു. പെട്ടെന്ന് വാ ഇങ്ങോട്ട്, പെട്ടെന്ന് വാ. പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാര്യം ചോദിച്ചില്ല. വണ്ടി കയറാൻ പറയാം. നമുക്ക് തലവേദനയും ഛർദിലും ആണ്. അപ്പൊ പോവാം ഗൈസ്, അമ്മ പിക്ക് ചെയ്യാം. ഇവക്ക് ഛർദിലും വയറ് എന്തോന്ന് കാര്യോടെ? ഗർഭം, ഗർഭം കേറിക്കൊണ്ട് അയ്യ വേണ്ടടാ, അവക്ക് കുത്തണ്ടടാ. അത് നിങ്ങൾക്ക് മാത്രം കുത്തിയാ മതി. അത് വേണ്ട. അല്ല, അവക്ക് മൂക്കുത്തിയാണ്. മേക്ക് വാലന്റൈൻസ് ഡേ മൂക്കുത്തി കുത്തലാണ്. പേടിയാണോ നിനക്ക്? മേഘ എവിടെ പോണേടി? തന്നെ അമ്മയ്ക്കെല്ലാം നല്ല സ്വർണ്ണം നോക്കി എടുക്കാൻ അറിയാവോ? ഡയമണ്ട്. ഇപ്പോഴേ ഇവള് അറ്റാക്ക് വന്ന് ഇരിക്കുകയാണ്. ബട്ടർഫ്ലൈ ഓക്കെയാണ്. ഇതൊക്കെ ആണല്ലോ. ഇതുള്ളല്ലേ അമ്മ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? നിങ്ങൾക്ക് വേണോ ഇതുപോലത്തെ? വേണോ? അയ്യാ, ഞാൻ ഹസ്ബൻഡ് അവിടെ പോയി, അച്ഛൻ അവിടെ പോയി, എൻ്റെ അച്ഛൻ അവിടെ പോയി. ആ, അങ്ങനെയാണെങ്കിൽ ഒരു ഡയമണ്ട് കൂടെ കേട്ടോ. ആ, എങ്കിൽ കൊടുത്തോ. മോൻ തരുന്നതാണ് സന്തോഷമെങ്കിൽ എടുത്തോ. ലൈഫിൽ ഞാൻ അമ്മയ്ക്ക് ഇന്നേ വരെ ഡ്രസ്സല്ല വേറെ ഒന്നും മേടിച്ചു കൊടുത്തത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സാധനം മേടിച്ചു കൊടുക്കണം. എടുത്തോ, എനിക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇഷ്ടമുള്ള ഞാൻ അതിനാണ് നിങ്ങളെ കൊണ്ടുവന്നത്. ഇവള് മൂക്ക് കാറിയിരുന്ന ശ്വാസം മുട്ടിയാണ് വന്ന വേദനിക്കുമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ വേദനിക്കൊന്നുമില്ല. ഞാനും തണ്ട് സ്റ്റഡ് കുത്തിയിട്ടുള്ളത്. വലിയ വേദനയൊന്നുമില്ല അല്ലേ? അറിയില്ല. ഉറുമ്പ് നക്കണതാണ്, കടിക്കണ പോലും ഇല്ല. നക്കണ ഒരു പെയിനേ ഉള്ളൂ. അമ്മയ്ക്ക് സ്റ്റാറും ഇവക്ക് ബട്ടർഫ്ലൈ. ഓൾറെഡി കുത്തിയിട്ടുള്ളതുകൊണ്ട് അമ്മയുടെ ക്യൂട്ട്നെസ് എടുക്കാൻ പറ്റൂല. അവളെ ക്യൂട്ട്നെസ് എടുക്കാം നമുക്ക്. അപ്പം ബാക്കി പരിപാടിയിലോട്ട് പോവാം. നമ്മള് മൂക്കുത്തി അടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇവളുടെ ഫേസിൽ കണ്ട നല്ല പേടി. നിനക്ക് എന്താണ് പേടി? എന്താണ്? വേദനിക്കൊന്നോ? പഴുക്കൊന്നും ആരോ നിന്റെ അടുത്ത്? അയ്യോ, ഞാൻ കാത്തുട്ടി എന്റെ കാത് പഴുത്തിട്ടില്ല ഇതുവരെ. എന്റെ കൈ കൊണ്ടാണ് കുത്തിയത്. അപ്പോഴെന്നെ എനിക്ക് വേദനിച്ചൊന്നുമില്ല. എനിക്ക് വേദനിക്കും. ഇത് കാത്, ഇത് മൂക്ക്. ഇത് മൂക്കിന് നല്ല കട്ടി കൂടുതലാണ്. അതുകൊണ്ട് നിനക്ക് മൂക്കുത്തി ഇടയും വേണം, എന്നാൽ പെയിൻ എടുക്കാനും പാടില്ലേ? എന്നാൽ ഒരു ഡബിൾ ടൈപ്പ് സ്റ്റിക്കർ മേടിച്ചിട്ട്
അത് വാങ്ങിച്ചൊട്ടിച്ചു. വേറെ നീല വാങ്ങി തരുമോ? എന്തോന്ന്? മൂക്കുത്ത് നോ 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 ബാക്കിയൊക്കെ നിനക്ക് ഉള്ളതെല്ലാം ഉണ്ട്. മോതിരം വേണോ? ഓൾറെഡി അതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അത് ഇടാൻ വയ്യ. നമ്മളിപ്പോ അത് കുത്താൻ വേണ്ടി പോവാണ്. പെയിനൊന്നുമില്ല ചെറുത്. ഇപ്പൊ റെഡിയാവും. ഞാൻ പ്രിപ്പയർ ചെയ്തോട്ടെ. പ്രിപ്പയർ എന്തോന്നത്? മനസ്സിനെ കൊണ്ട് പ്രിപ്പയർ ചെയ്തോട്ടെ. പേടിക്കൊന്നുമില്ല. ഉറുമ്പ് നക്കണ വേദനയേ ഉള്ളൂ, കടിക്കണ തൊടിയില്ല. ഇവള് ശ്വാസം മുട്ട്. എനിക്കൊന്നും ഇപ്പം അത് കുത്താൻ വരുമ്പോൾ അറ്റാക്ക് ഒന്നും തീരുമെന്നാണ് തോന്നുന്നത്. വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണ്, അത്ര സ്നേഹം. നിങ്ങൾ എന്റെ ബർത്ത്ഡേക്കും കരയിപ്പിക്കും, വാലന്റൈൻസ് ഡേക്കും കരയിപ്പിക്കും, എല്ലാത്തിനും കരയിപ്പിക്കും. കണ്ണുനീരാണ് എനിക്ക് ആവശ്യം. ആ കണ്ണുനീര് കണ്ട അമ്മയെ കണ്ട അമ്മ ഓൾറെഡി കുത്തി സന്തോഷിച്ചിരിക്കുകയാണ്. അല്ല ഒന്ന് മേടിച്ചെടുത്ത് അമ്മയ്ക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്തണം. ഇതൊക്കെയാണ്. ഇതാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാത്ത. ചുമ്മയുടെ അച്ഛൻ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാത്ത. ഒന്ന് വാങ്ങിച്ചു കൊടുത്ത അടുത്ത 50 എണ്ണം പറയും. അച്ഛൻ സൈക്കോളജിക്കൽ മൂവാ. ഓക്കെ, അപ്പൊ നമുക്ക് കാതുത്തലോട്ട് പോവാം. അമ്മ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാൻ ആദ്യമായിട്ട് ഒരു ഇത് മേടിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഹാപ്പിയാണ്. അച്ഛൻ ഇതുവരെ മേടിച്ചു തന്നിട്ടുണ്ട്? അച്ഛൻ എന്തെല്ലാം സാധനം വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. എന്നൊന്നും ഇനിയിപ്പോ നിന്റെ അടുത്ത് ഡേറ്റ് ഒന്നും പറയാൻ പറ്റൂല. എന്റെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയും അച്ഛനൊക്കെ എപ്പോഴായിരിക്കും ലാസ്റ്റ് ആയിട്ട് ഒരു ഉമ്മ തന്നത്? എനിക്ക് ഓർമ്മയില്ല എന്നാണ് തന്നെന്നുള്ളത്. ബട്ട് ഇന്ന് എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉമ്മ മേടിക്കും. തരും, ഒരു ഉമ്മ തരും. പിന്നെ ഉമ്മ തരൂല്ല. എന്നാ ഇതായിരിക്കും എന്റെ ലൈഫിലെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഡേ. എന്റെ കല്യാണത്തിന്റെ അന്ന് പോലും എന്റെ അമ്മ എനിക്ക് ഉമ്മ തന്നില്ല. കുറച്ച് മെന്റൽ സപ്പോർട്ട് തരും. ഇപ്പൊ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതും അത് ഭയങ്കരമായിട്ടിരുന്ന് ആലോചിക്കുമ്പോഴേ നമുക്ക് പേടി വരുള്ളൂ. ചുമ്മാ കൂളായിട്ടിരിക്കുക, ഒരു ശ്വാസം എടുത്തിട്ട് വിടുന്നുമ്പോൾ കാര്യം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് ഭയങ്കര ആലോചിക്കുമ്പോഴാണ് ഈ ടെൻഷനും പേടിയൊക്കെ തോന്നുന്നത്. എന്തൊരു കാര്യം സിമ്പിൾ ആയിട്ട് നോക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇവിടെ കുത്തണമെന്ന് വിചാരിച്ചു, പക്ഷെ പേടി, അവരാണ് ഞാൻ കുത്താത്ത. തൊട്ടടുത്ത് തന്നെ മെഡിക്കൽ കോളേജ് എന്തോ ഒന്നാലും എടുത്തോണ്ട് പോവാം. കോസ്മ ഉണ്ട്, 40 കിംസ് ഉണ്ട്, SVT ഉണ്ട്, എല്ലാം. SVT തൊട്ടടുത്തുണ്ട്. ഒന്നുമില്ലടി, കൂടിപ്പോയ എന്താകും? മൂക്ക് മുറിഞ്ഞ് കീറി തൂങ്ങും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. സത്യം പേടിക്കൊന്നുമില്ല. മൂക്കല്ലേ, ഇപ്പൊ എന്ത് ചെയ്തൂടാ ഈ ലോകത്ത്? മൂക്കിന് ഡയറക്റ്റ് ബ്രെയിനിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും അത് വർക്ക് ആവട്ടെ. അത് കുത്തിയിട്ടെങ്കിലും ഒന്നുമില്ലടി. ഇത് അറ്റുപോയാൽ നമുക്ക് തയ്ക്കാം. അതിനെല്ലാം ഇപ്പം ടെക്നോളജീസ് ഉണ്ട്. മൂക്ക് തൂങ്ങി കിടന്നാൽ അതൊരു സ്റ്റൈലല്ലേ? അല്ല, നമ്മളവിടെ ചേച്ചിക്ക് പണ്ട് മൂക്കിങ്ങനെ ഇവിടെ കുത്തി, ഇവിടെ ഇത്ര പഴുത്ത, അവസാനം ഇവിടെ നിന്ന് ഇത്ര ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. ഓ, അങ്ങനെയൊന്നും വരില്ല. കാരണം ഇവിടെയൊക്കെ അത്ര എക്സ്പെർട്ട് അല്ല. അത് മറ്റേ നവരം മുള്ള അങ്ങനെ ഒരു സാധനല്ലേ, അത് വെച്ച് കുത്തി മൂക്ക് ഇങ്ങനെ അറ്റുപോയി. എന്റെ പൊന്നോ, ഇമോഷണൽ സപ്പോർട്ട് കിട്ടി എനിക്ക്. അതിന്റെ ഒന്നും അത്ര എന്തായാലും വരില്ല നിനക്ക്. എല്ലാം ബില്ലിങ് എല്ലാം കഴിഞ്ഞു, മൂക്ക് കുത്താൻ വേണ്ടി പോവാണ്. പേടിക്കല്ലേ, എന്തിനാ പേടിക്കുന്നേ? ആ കൊച്ചു കൂളായിട്ടിരിക്കുന്ന കണ്ടില്ലേ? കൊച്ചു പാട്ട് പാടുന്നതാണത്. ചെറിയ പെയിനേ ഉള്ളു, അത് കൊച്ചായതുകൊണ്ടല്ലേ. ഓ, ഒന്നുമില്ല. ആണ്ടാ നിന്നെ കാണിച്ചോട്ട് ആണ് കൊച്ചിനെ ആശ്വസിപ്പിക്കും. ഹായ് ഹായ്, അടുത്തവളാണ്. എടുത്തോ ഗൈസ്? ലെഫ്റ്റ്. ഇതാണ് അനകല്ലേ, പേലായിട്ട് കുത്തനല്ല, അടയാളപ്പെടുത്തനെയാണ്. എടാ വേദനിക്കോ? ഇങ്ങനെ wow, just looking like a wow. Yes, എന്റെ വാലന്റൈൻസ് ഡേ കണ്ണുനീരായിരുന്നു. രണ്ട് ക്യൂട്ട് എക്സ്പ്രഷനും കൂടി ഇട്ട ഒരു 1 മില്യൺ കയറിപ്പോവും. തൊട്ടിൽ അങ്ങോട്ട് മൂക്കൊക്കെ ചുമന്ന്. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. വാവ്, മൂക്കിൽ ബട്ടർഫ്ലൈ, ജസ്റ്റ് ലൈക്ക് വാവ്. കൈ വെച്ചാണ് കുത്തിക്കേറ്റിയ. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വിചാരിച്ചത്ര വേദന ഇല്ലായിരുന്നു. ഞാൻ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് അതെന്താ ആണി അടിച്ചടിച്ച് കേട്ടെ. എവിടെടാ നീ കുത്താൻ പോണാ?
ബോയ്സിന്റെ ക്യൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മൂക്കുത്തുമ്പോ? ഇവിടെ ഇപ്പൊ ഞാൻ കാണിച്ചു തരും. ജസ്റ്റിൻ ഇതിനൊരു എക്സ്പ്രഷനും ഇല്ല. ഹായ് എന്റെ കുണുവാവ, എന്റെ കുണുവാവ എന്ത് സുന്ദരിയ. ഇവ സത്യത്തിൽ ഇത് പിന്നോണ്ട് കുത്തിയാണ് അവൻ ചെവിയില്. നോട്രാ എല്ലോളം തരി പൊന്നന്തിനാ തനി തഞ്ചാവൂര് പട്ട. കൊള്ളാം കൊള്ളാടാ, ഒരു ലുക്ക് കൊള്ളാ കുണുവാവേ. ചേട്ടനാണ് നമുക്ക് മേഘയുടെ മൂക്ക് കുത്തിയത്. ഓ താങ്ക് യു. ഓക്കെ, എന്റെ ബാക്കിൽ നിന്ന് വരുന്ന 3 പേരാണ് മൂക്കുത്തി അടിച്ചവര്. അവരെല്ലാം നിങ്ങൾ കണ്ടിട്ട് ഫാഷൻ ഷോ. അമ്മ മാത്രം വലത്തെ സൈഡ്, ബാക്കി 2 ഇടത്തെ സൈഡാണ്. അപ്പൊ എന്തായാലും കൊള്ളാം, ഈ 3 കുണുവാവകളും കൊള്ളാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുണുവാവ ഇതാണ്. ഈ കുണുവാവയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അമ്മ എനിക്ക് ഓർമ്മയില്ല എൻ്റെ അമ്മ എനിക്ക് ഉമ്മ എപ്പോഴാണ് തന്നതെന്നുള്ളത്. എൻ്റെ ലൈഫിൽ എൻ്റെ ഇത്ര വർഷം ശേഷം എനിക്ക് എന്താണ് അമ്മ എന്നൊരു ഉമ്മ കിട്ടാ ഹാപ്പി. എന്താ മൂക്കില് പറ്റിയിരിക്കുന്നുണ്ട് ഇവിടെ? ഇന്നോട്ടെ ഇങ്ങനെയൊക്കെ ചൊറിയൂടാ മേഘ. എല്ലാരും ഫ്രണ്ടിൽ പോട്ടെ. മൂക്ക് ഭയങ്കര ഇവിടെ ചിത്രശലഭം ഇരിക്കും പോലെ തോന്നുന്നു. അപ്പൊ ഗായ്സ്, നമ്മൾ ഗിഫ്റ്റ് ഒക്കെ 2 പേർക്ക് മേടിച്ചു കൊടുത്തിട്ട് ഞാൻ ഇവിടെ എത്തി. എങ്ങനെ ഉണ്ടായിരുന്നു മൂക്ക് കുത്തിയത്? ചെറിയ വേദന ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചത്ര വേദനയില്ലായിരുന്നു. ഇഷ്ടപ്പെട്ടോ? കൊള്ളാല്ലേ? കൊള്ളാം. ഇനിയിപ്പോ നോക്കി, ഇനി മേഘയുടെ കുറച്ച് പ്രത്യേകത ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് പറഞ്ഞാൽ, ഇന്റർ എടുത്ത സമയത്ത് ഞാൻ ലെഫ്റ്റ് സൈഡിലും ഇവള് റൈറ്റ് സൈഡിലാണ്. ഇപ്പൊ മൂക്കുത്തിക്കൊണ്ട് അവള് ലെഫ്റ്റ് സൈഡിൽ കയറിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇനി ആരെന്ത് ഇവിടെ നിന്ന് സംസാരിച്ചാൽ പോലും ഇവള് ഇങ്ങനെ എന്നിട്ട് ഉത്തരം കൊടുക്കുള്ളൂ. എനിക്ക് പക്ഷെ അത് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എൻ്റെ അമ്മ കൊച്ചിയിൽ എനിക്ക് ഉമ്മ തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച സമയത്ത് എനിക്ക് തന്നതായിട്ട് എനിക്ക് സത്യം പറഞ്ഞൊരു ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഇത്രയും വർഷം, എൻ്റെ 28ാമത്തെ വയസ്സിൽ എനിക്ക് അമ്മ ഇന്ന് എനിക്ക് ഉമ്മ തന്നത് ഭയങ്കര സ്പെഷ്യലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ചെറിയ ഒരു വാലന്റൈൻസ് ഗിഫ്റ്റ് എൻ്റെ 2 ലവേഴ്സിനും കൊടുത്ത് കഴിച്ചു. ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ ഗൈസ്.